ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത ഡിസൈനിങ് വീഡിയോ കാണാൻ പോവാണ്. നല്ല ഹെവി ഹാൻഡ് വർക്ക് ഉള്ള ഒരു ബ്രൈഡൽ ബ്ലൗസ് ആണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ സ്ലീവ് ആണ് വർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ സ്ലീവ്സിൽ വർക്ക് വരേണ്ട ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ കട്ട് ബീഡ്സിൻ്റെ ജസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ഒരു ലൈൻ കൊടുത്തിട്ട് അതിനുശേഷം നമ്മൾ ലോഡിങ് ചെയ്യുവാണ്. അപ്പോൾ ലോഡിങ് ചെയ്യാനായിട്ട് ആ ഒരു പ്രൊജക്റ്റഡ് ലുക്ക് ഒരു ഒരു എംബോസ്ഡ് ലുക്ക് കിട്ടാനായിട്ട് ഉള്ളിൽ നമ്മൾ പൈപ്പിംഗ് കോഡ് വെക്കും. ആ പൈപ്പിംഗ് കോഡ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫിക്സ് ചെയ്ത പൈപ്പിംഗ് കോഡ് ഒന്ന് സ്റ്റിക്ക് ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ ടൈമിനുള്ളിൽ നമുക്ക് അടുത്ത ലെയർ അഗൈൻ നമുക്ക് കട്ട് ബീഡ് കൊണ്ട് ഒരു ലൈൻ കൂടെ കൊടുക്കാം. ഈ രണ്ട് കട്ട് ബീഡ്സിൻ്റെ ലൈൻസിൻ്റെയും സെൻറ്ററിലായിട്ടാണ് നമ്മൾ ലോഡിങ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പൈപ്പിംഗ് കോഡ് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിന് ചുറ്റും ജസ്റ്റ് സിക്സാഗ് സ്റ്റിച്ച് കൊടുത്താൽ മാത്രമേ അതവിടെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ. കട്ട് ബീഡ്സ് വെച്ചതിന് ശേഷം നമ്മൾ ലോഡിങ് ചെയ്യുവാണ്. പൈപ്പിംഗ് കോഡ് ആ ഫിക്സ് ചെയ്ത ആ ഒരു പോർഷനിൽ ലോഡിങ് കൊടുക്കുവാണ്. ആ ഒരു പൈപ്പിംഗ് കോഡ് വെച്ചതിൻ്റെ ഒരു ഗുണം നമുക്കിതിന്ന് മനസ്സിലാവും. അതായത് ആ ഒരു ലോഡിങ് ഇങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ലോഡിങ് ചെയ്യും, അങ്ങനത്തെ സ്റ്റിച്ചും ചെയ്യും. പക്ഷെ അതിനേക്കാൾ ഭംഗി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ലോഡിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് നമ്മൾ ഒരു ലൈൻ കട്ട് ബീഡ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് വിട്ടുന്ന ആ ഒരു പോർഷനിൽ ഇതേപോലെ ഷുഗർ ബീഡ്സ് കൊണ്ട് ചെറിയ ചെറിയ ബോക്സസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ബോക്സസിൻ്റെ പണി കഴിഞ്ഞിട്ട് അടുത്ത ലെയർ നമ്മൾ ഷുഗർ ബീഡും റൗണ്ട് ബീഡും ഒരുമിച്ച് ഇങ്ങനെ ഇടകലർത്തി വെച്ചിട്ട് ഒരു ലെയർ കൊടുക്കുവാണ്. ഈ ലെയറിന് തൊട്ട് മേലെയായിട്ട് ഇതേപോലെ സ്ക്വയർ ഷേപ്പിലുള്ള ഫ്രെയിമോട് കൂടി വരുന്ന കുന്തൻസ് വാങ്ങാൻ കിട്ടും. അത് സ്റ്റിക്ക് ചെയ്ത് മാത്രം വെക്കാൻ പറ്റുന്ന കുന്തൻസ് ആണ്. അത് ഇങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. B7000 ഗമ്മ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത്. എന്നിട്ട് അതിന് മേലെയായിട്ട് ഒരു ലൈൻ നമ്മൾ ഷുഗർ ബീഡിൻ്റെ ഒരു ലൈൻ കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് അതിന് മേലെയായിട്ട് നമ്മൾ താഴെ ചെയ്ത ആ ഒരു വർക്ക് തന്നെ, അതായത് റൗണ്ട് ബീഡും ഷുഗർ ബീഡും ഇങ്ങനെ ഇടകലർത്തി ഇട്ടിട്ട് നമ്മളൊരു ലെയർ കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു ലെയറിന് മേലെയായിട്ട് എഗെയിൻ നമ്മൾ ഷുഗർ ബീഡിൻ്റെ ഒരു ലൈൻ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നത് കുറച്ച് 7 ഫ്ലവേഴ്സ് നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നുണ്ട്. കുന്തൻസിൻ്റെ ഫ്ലവേഴ്സാണ്. പക്ഷെ അതിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒരു സ്റ്റോൺ, ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള സ്റ്റോൺ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് അതിന് ചുറ്റും ഷുഗർ ബീഡ് കൊണ്ട് ഒരു ബോർഡർ കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് അതിന് ചുറ്റും B7000 ഗ്ലൂ നല്ല അത്യാവശ്യം തിക്നെസ്സിന് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഐ ഷേപ്പിലുള്ള കുന്തൻസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരിക്കലും ഇളകി പോവുക അങ്ങനത്തെ ഒരു പേടി വേണ്ട കേട്ടോ. എത്ര വാഷ് ചെയ്താലും ഇത് ഇളകി പോവില്ല. ഫാബ്രിക് ഗ്ലൂ പക്ഷേ അങ്ങനെ ഞാൻ ഗ്യാരണ്ടി പറയില്ല. പക്ഷെ ഇത് ഞാൻ ഗ്യാരണ്ടി പറയും. നമ്മൾ വലിച്ചിളക്കിയാൽ മാത്രമേ പാടുപെട്ട് അത് ഇളകത്തുള്ളൂ. വലിച്ചിളക്കിയാൽ പോലും അത് ഇളകാൻ പാടാണ്. ഓക്കെ, അപ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ ഒരു ഫ്ലവർ ഷേപ്പിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് മേലെ എഗെയിൻ നമ്മൾ ആ ഷുഗർ ബീഡിൻ്റെയും റൗണ്ട് ബീഡിൻ്റെയും ആ ഒരു ലൈൻ നമ്മൾ താഴെ 2 പ്രാവശ്യം കൊടുത്ത ലൈൻ തന്നെയാണ്. അത് എഗെയിൻ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതേപോലെ ഐ ഷേപ്പിലുള്ള കുന്തൻസ് ഈ ഒരു ഷേപ്പിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതൊരു 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു 2 ബോർഡേഴ്സ് കൊടുത്തത്. അതിന് നടുക്കുള്ള സ്പേസ് ആണ് നമ്മൾ ഈ കുന്തൻസ് വെച്ച് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും B7000 ഗം സ്പ്രെഡ് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ഐ ഷേപ്പിലുള്ള ബീഡ്സ് ഈ ഒരു ഷേപ്പിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതെനിക്ക് ബ്രൈഡ് തന്ന റെഫറൻസ് പിക്ചറാണ്. അത് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുമ്പോൾ നമുക്ക് താല്പര്യമുള്ള ഷേപ്സിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മേലെയായിട്ട് എഗെയിൻ നമ്മൾ താഴെ ചെയ്തിട്ടുള്ള അതേ ഒരു സ്റ്റെപ്പ് തന്നെയാണ് മേലെ ഫോളോ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ആ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കുന്തൻസ് നമ്മൾ ഡയമണ്ട് ഷേപ്പിലോട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മേലെയായിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഷുഗർ ബീഡിൻ്റെ ഒരു ലൈൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുന്തൻസിൻ്റെ നടുക്ക് ഒരു 3-4 ഷുഗർ ബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ മേലത്തെ ഈ ഒരു പോർഷനിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി താഴെ നമ്മൾ ഈ ചെറിയ ചെറിയ ബോക്സസ് അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിലേക്ക് ഇതേപോലെ ഗോൾഡ് കളറിലുള്ള കുന്തൻസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഗ്രാൻഡായിട്ട് നമ്മുടെ ബ്ലൗസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ താഴത്തേക്ക് ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രൈഡിന് അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം വർക്ക് തന്നെ നമ്മൾ നെക്കിലേക്കും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്ലൗസിന് ഞാൻ മേടിച്ച റേറ്റ് 3500 ആണ്. പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വീഡിയോ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.